എന്നും പുറത്ത് പോവാന്ന് പറഞ്ഞ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തു. ആദ്യം നമ്മൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പറഞ്ഞെത്തിയപ്പോഴത്തേക്ക് 2 വണ്ടിക്കുള്ള ആളായി. അങ്ങനെ ഒരു ടീം വേറൊരു കാറിലും ഞങ്ങളൊരു വേറൊരു കാറിലും ആയിട്ട് ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വെജ് കഴിക്കുക എന്നുള്ള പ്ലാനിൽ നമ്മൾ എത്തിച്ചേർന്ന് സോപാനം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്യുന്നത്. പക്ഷെ അവിടുത്തെ ഫുഡ് മാരകം സീൻ തന്നെ. നമ്മൾ പൊടി ഇഡ്ഡലിയെല്ലാം ഓർഡർ ചെയ്തത്. പക്ഷെ അതിന് മുന്നേ മറ്റേ നേരത്തെ എത്തിയിട്ട് ഫുഡ് അടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മളുണ്ടോ വെറുതെ വിടുമോ? അവരതും കൂടിയും കൈ കയറി നമ്മളും കൂടിയും കൈ ഇട്ട് തന്ന് അങ്ങനെ അത് തീർത്തു. നമ്മുടേത് വരാൻ കുറച്ച് ലേറ്റായി. അവർ പൂരി സെറ്റ്, അത് കഴിഞ്ഞ് പൊടി ദോശ എന്തായാലും മസ്റ്റ് ട്രൈ വന്ന കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അത് കഴിഞ്ഞ് വട ഓർഡർ ചെയ്തു. വട വന്ന്, പിന്നെ പൊടി ഇഡ്ഡലി വന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെജ് ഓപ്ഷൻ എന്തായാലും സോപാനം മീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വിചാരിച്ചമ്പൊന്നും വയറൊന്നും നിറഞ്ഞില്ല. അങ്ങനെ നമ്മൾ അടുത്തതും ഓർഡർ ചെയ്തു. അങ്ങനെ കഴിച്ച് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സെല്ലാം മേടിക്കാൻ പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലമാണ് വലിയങ്ങാടി. ഫുള്ള് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ആയിട്ട്. വീട്ടുകാർക്ക് ഇപ്പോൾ എന്നും നമ്മൾ സ്വന്തം ഏൺ ചെയ്തേണ്ട ക്യാഷ് കൊണ്ട് എന്തുണ്ടായി കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ് മൊമെൻറ്റാണ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി മേടിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റൈറ്റ്മെൻറ്റ് വന്നുകൊണ്ട് എല്ലാവരും ഉമ്മാക്കും ഉപ്പാക്കും അച്ഛനും അമ്മക്കൊക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഗൂഗിൾ മോളിൽ കയറി. അങ്ങനെ ഞാനും ഷബ്നയും കൂടി എമിക്ക് വേണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം. ഞങ്ങൾ ക്യൂട്ട് ഡ്രസ്സും ഒരു പാൻസും എടുത്തു. ഷബ്ന അതെടുത്ത് ഭയങ്കര ഓവറാക്കി. ഞാൻ മേടിച്ചത് കണ്ടപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് നമുക്കും എമിക്ക് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ കിഡ് ഷോപ്പിൽ കയറി ഇറങ്ങി അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സെല്ലാം എടുത്ത് എനിക്ക് പർച്ചേസ് ചെയ്തു. എനിക്കുള്ള ഗിഫ്റ്റാണ്. താങ്ക് യു ഹരി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ നടന്നതുകൊണ്ട് വിശന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഹാപ്പി കപ്പിൽ കയറി കേക്കും പിന്നെ അതുപോലെ ഒരു ചീസ് കേക്കും ഓർഡർ ചെയ്തായിരുന്നു. കേക്ക് കഴിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്കിന്ന് ഒന്ന് വേഫൽസും കൂടി ട്രൈ ചെയ്താലോ എന്ന് ഒരാൾ സജഷൻ ഇട്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, തൊട്ടിപ്പുറത്തുള്ള വേഫൽ ഹൗസിലോട്ട് കയറി നമ്മൾ വേഫൽസ് ഓർഡർ ചെയ്യാൻ നോക്കി. അങ്ങനെ നമ്മൾ വാഫൽ ഹൗസിൽ കയറി വാഫൽസ് ഓർഡർ ചെയ്യാൻ. പക്ഷേ എന്തോ നമുക്ക് വേണോ വേണ്ടെന്നുള്ള ഒരു ഓപ്ഷൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, 6th അവന്യൂവിൽ കയറി. നമുക്ക് സ്വീറ്റ്നെസ് വേണ്ട, കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കാൻ വെച്ചിട്ട് നമ്മൾ ലോഡഡ് ഫ്രൈസും നഗറ്റ്സും അങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് വെച്ച്. എപ്പോഴെങ്കിലൊക്കെ അല്ലെങ്കിൽ ഞാൻ കൂടുതലൂ എന്ന് വിചാരിച്ച് അങ്ങനെ നഗറ്റ്സ് വന്നു. ഈ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ട പോലെയായിരുന്നു ഞങ്ങൾക്ക് നഗറ്റ്സ് വന്നപ്പം. എല്ലാവരും ഭയങ്കര കാരണം അങ്ങനെ ചെറുതായിട്ടൊന്ന് വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഔട്ടിങ് പോകാൻ പ്ലാൻ ചെയ്യാറുണ്ട്. അതിനൊരു പറ്റിയ വൈബാണ് നമ്മൾ കൂട്ടത്തിലുള്ള എല്ലാവരും. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ഔട്ട് കഴിഞ്ഞു. സോ വീണ്ടും കാണാം. ബൈ.